എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ അസർബൈജാൻ ട്രാവൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെനിക്കൊരു സ്പെഷ്യൽ ട്രിപ്പാണ്. കാരണം ആദ്യമായിട്ടാണ് ചേച്ചിമാരുടെയും ചേട്ടന്മാരുടെയും കൂടെ ഒരു ട്രിപ്പ് ഇങ്ങനെ പോകാൻ സാധിക്കുന്നത്. അസർബൈജാൻ്റെ തലസ്ഥാനമായ ബാക്കുവിലേക്ക് അബുദാബിയിൽ നിന്നും വിസ് എയറിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അബുദാബി എയർപോർട്ടിലേക്ക് എത്താനായിട്ട് ഒരു വാൻ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൈ പൊക്കിക്ക് അറ്റൻഡൻസ് എടുക്കാൻ. വെളുപ്പിന് 2 മണിയാണ്. എങ്കിലും ദുബായ് അബുദാബി റൂട്ടിൽ വാഹനങ്ങൾക്ക് തിരക്കിന് കുറവൊന്നുമില്ല. അങ്ങനെ ഏകദേശം ഒരു 2 മണിക്കൂറോടെ ഞങ്ങൾ അബുദാബി എയർപോർട്ടിൽ എത്തിച്ചേർന്നു. വിൻഡോ സീറ്റ് കരസ്ഥമാക്കി 2 ചേച്ചിമാർ ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ ബാക്കുവിലേക്ക് പറന്നു തുടങ്ങി. പണ്ട് സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമാകുകയും ഇപ്പോൾ സ്വതന്ത്രമായിട്ട് സ്ഥിതി ചെയ്യുകയും ചെയ്യുന്ന അസർബൈജാൻ എന്ന ഈ മനോഹര രാജ്യം ഈസ്റ്റേൺ യൂറോപ്പിൻ്റെയും വെസ്റ്റ് ഏഷ്യയുടെയും ബൗണ്ടറിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ 3.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം കാസ്പിയൻ കടലും കടന്ന് ബാക്കു എന്ന മനോഹര ദേശത്ത് ഞങ്ങളുടെ വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. ഇപ്പോൾ ഇവിടുത്തെ ലോക്കൽ സമയം 10:30 ആണ്. നല്ല കാറ്റും നല്ല തണുപ്പുമാണ്. ഞങ്ങളെ കാത്ത് ഞങ്ങളുടെ ഡ്രൈവർ നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് നേരിട്ട് പോകുന്നത് ഞങ്ങളുടെ ഹോട്ടലിലേക്കാണ്. ദുബായിൽ തന്നെയുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കമ്പനിയാണ് ഈ അഫ്താബ് ടൂർസ്. ഇവരാണ് ഞങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പാക്കേജും സൗകര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വണ്ടിയാണെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടി, ഞങ്ങൾക്ക് 6 പേർക്ക് സ്വസ്ഥമായിട്ട് ഇരുന്ന് പോകാൻ പറ്റുന്ന സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയായിരുന്നു. അങ്ങനെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ നേരെ ഞങ്ങളുടെ ടൂർ ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് അബ്ഷറോൺ എന്ന സ്ഥലത്തേക്കാണ്. അതിനു മുമ്പിൽ തന്നെ ലഞ്ച് കഴിക്കണം. ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോകണോ എന്ന് ഞങ്ങളുടെ ഡ്രൈവർ ചോദിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, വേണ്ട, നമുക്ക് അസർബൈജാൻ്റെ തനതായ ഫുഡാണ് നമുക്ക് ട്രൈ ചെയ്യേണ്ടത്. അങ്ങനെ ഞങ്ങളെ അദ്ദേഹം ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ റെസ്റ്റോറൻറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മെനു കാർഡൊക്കെ നോക്കി നമുക്ക് ഏകദേശം ഒരു ഐഡിയയിൽ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഇത് മിക്സ്ഡ് ഗ്രില്ലാണ്. ഇപ്പോൾ ഈ സ്റ്റൈലിൽ സെർവ് ചെയ്തേക്കുന്നത് അസർബൈജാനിലെ സ്പെഷ്യൽ പുലാവാണ്. ഇത് മട്ടൻ പുലാവാണ്. ശരിക്കും ഇത് 4 പേർക്കുള്ള ഫുഡെന്നാണ് അവർ പറഞ്ഞത്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 6 പേര് കഴിച്ചിട്ടും കുറേ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഇനി അസർബൈജാനിൽ പോകുന്നവർ ശ്രദ്ധിക്കുക, ഒരു 10 പേർക്ക് കഴിക്കാനുള്ള ഫുഡുണ്ട് ഇത്, ഈ ഒരൊറ്റ പുലാവ് എന്ന് പറയുന്നത്. ലഞ്ചിന് ശേഷം ഈ കാസ്പിയൻ കടലിൻ്റെ തീരത്തൂടെ ഞങ്ങൾ യാത്ര ചെയ്യുന്നത് അബ്ഷറോൺ ഏരിയയിലേക്കാണ്. പ്രകൃതിവാതകത്തിൻ്റെയും എണ്ണയുടെയും ഒക്കെ ഒരു കലവറ തന്നെയാണ് അസർബൈജാൻ. ഇപ്പോൾ ഈ റോഡ് സൈഡിലൊക്കെ കാണുന്നത് എണ്ണ ഖനനം നടത്തുന്ന ഓയിൽ വെല്ലുകളാണ്. ഇപ്പോൾ ഞങ്ങളുടെ യാത്ര തികച്ചും ഗ്രാമപ്രദേശത്തുകൂടിയാണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ എത്തിച്ചേരുന്നത് ഫ്ലെയിമിംഗ് മൗണ്ടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന യനർദാഗിലേക്കാണ്. ഇവിടെ ഒരു മലയുടെ ചെരുവിലായിട്ട് തീ കെടാതെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഭൂമിയുടെ അന്തർഭാഗത്തു നിന്നും പുറത്തേക്ക് വരുന്ന പ്രകൃതിവാതകം, അതിൽ തീ പിടിച്ചിട്ടാണ് ഇതിങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കുന്നത്. യനർദാഗ് എന്ന് വലിയ അക്ഷരത്തിൽ മലമുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് ഞങ്ങൾ അവിടേക്ക് ഓടി ചെന്ന്. അസർബൈജാൻ അറിയപ്പെടുന്നത് ദ ലാൻഡ് ഓഫ് ഫയർ എന്നാണ്, പക്ഷേ ഇത് ലാൻഡ് ഓഫ് വിൻഡ് എന്നുകൂടി അറിയപ്പെടുന്നു എന്ന് അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. മൊബൈൽ വരെ നമ്മുടെ കയ്യിൽ നിന്ന് പറന്നു പോകും എന്നുള്ള അവസ്ഥയിലായിരുന്നു. അതിഭയങ്കരമായ കാറ്റ്, അതുപോലെ നല്ല തണുപ്പും. കുറച്ച് നേരം കൂടി അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ യനർദാഗിനോട് വിട പറഞ്ഞു. ഇനി ഞങ്ങൾ കാണാൻ പോകുന്നത് അതിപുരാതനമായ ഒരു ഫയർ ടെമ്പിളിലേക്കാണ്. ഇത് സൊരാസ്ട്രിയൻസിൻ്റെ ഒരു മെയിൻ ഫയർ ടെമ്പിളാണ്. ഇവിടുത്തെ ആകർഷണം എന്ന് പറയുന്നതും കെടാതെ കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നി തന്നെയാണ്. ഇപ്പോൾ ഇവിടെ സമയം ഏകദേശം 5 മണിയായിട്ടുണ്ട്. നല്ല തണുപ്പാണ്, പിന്നെ കുറച്ച് യാത്രാക്ഷീണവുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ ടൂറൊക്കെ അവസാനിപ്പിച്ചു. തിരിച്ച് ഹോട്ടലിലേക്ക് മടങ്ങുകയാണ്. ഇന്നത്തെ ഞങ്ങളുടെ ദിവസം ആരംഭിക്കുന്നത് ബാക്കു സിറ്റി ടൂറിലൂടെയാണ്. ബാക്കുവിൻ്റെ മുഖച്ഛായ മാറ്റിയ 2012 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഒരു അതിമനോഹരമായ ഒരു കെട്ടിട സമുച്ചയമാണിത്, ഹൈദർ അലീവ് സെൻറ്റർ. ഒത്തിരി യുണീക്കായിട്ടുള്ള ഒരു ഡിസൈൻ കൊണ്ട് ലോക ശ്രദ്ധ ആർജിച്ച
കോൺഫറൻസ് ഹാളുകൾ, ഓഡിറ്റോറിയം, മ്യൂസിയം ഇതെല്ലാം അടങ്ങിയ 60,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന ഒരു വിശാലമായ ഒരു ബിൽഡിംഗ് സമുച്ചയം തന്നെയാണിത്. കാഴ്ചകളൊക്കെ കണ്ട് കുറേ ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങളവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു. പക്ഷേ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു തരാനായിട്ട് ഒരു ഗൈഡ് കൂടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറേ കൂടെ നന്നായേനെ. ഇതാണ് ബാക്കു ഓൾഡ് സിറ്റി. ഇതിൻ്റെ എൻട്രൻസിൽ ഡ്രൈവർ നമ്മൾ ഡ്രോപ്പ് ചെയ്തേക്കുന്നു. ഇനി ഉള്ളിലേക്ക് നമുക്ക് നടന്ന് കാണാവുന്ന കാഴ്ചകളാണ്. ബാക്കുവിൻ്റെ അതിപുരാതനമായ ഒരു പാർട്ടാണിത്. ചുറ്റുമതിലുകളാൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള പഴയ സിറ്റി. ഇതിനെ ഇന്നർ സിറ്റി എന്നും പറയും. യുനെസ്കോ തന്നെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ട ഈ സിറ്റി ഇതുപോലെയൊക്കെ സംരക്ഷിച്ച് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അതിശയം തോന്നുന്നു. ഈ കാണുന്നതൊക്കെ റെസ്റ്റോറൻറ്റുകളാണ്. എന്ത് ഭംഗിയായിട്ടാണ് അവരതിനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ. ഇവിടെ ശരിക്കും നമ്മൾ അതിശയിച്ച് പോകുന്ന ഇവിടുത്തെ പൂക്കളുടെ ഭംഗി കാണുമ്പോഴാണ്. പൂക്കളുടെ മുന്നിലൊക്കെ നിന്ന് കുറേ ഫോട്ടോ എടുത്ത് കുറേ സമയം അവിടെ ചിലവഴിച്ച് ഞങ്ങൾ പതുക്കെ ഓൾഡ് സിറ്റിയുടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നടന്നു. ഓൾഡ് സിറ്റിയിൽ നിന്ന് പുറത്ത് കടന്നു കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് ശരിക്കും വ്യത്യസ്തമായ ബാക്കുവിൻ്റെ ഒരു മുഖമാണ്. തികച്ചും മോഡേണായ ബാക്കു. നല്ല വൃത്തിയും വെടിപ്പും ഭംഗിയുമുള്ള ഒരു സിറ്റി. എല്ലാവർക്കും വിശന്ന് തുടങ്ങി. ഇനി ലഞ്ച് കഴിക്കാനായിട്ട് അടുത്ത റെസ്റ്റോറൻറ്റിലേക്ക്. ബാക്കു സിറ്റിയുടെ മനോഹാരിത കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഡ്രൈവർ ഞങ്ങളെ എത്തിച്ചിരിക്കുന്നത് ഒരു സ്ഥലത്താണ്. ഇതൊരു കോർണിഷ് സൈഡാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ ബാക്കുവിൻ്റെ ഏറ്റവും ഫേമസ് ബിൽഡിങ്ങുകളിലൊന്നായ ഫ്ലെയിം ടവേഴ്സ് കാണാനായിട്ട് സാധിക്കും. 3 തീജ്വാലകളുടെ രൂപത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ബിൽഡിങ്ങാണ് ഇത്. രാത്രിയിൽ ഇതിൻ്റെ ആ ഡിജിറ്റൽ ഇലൂമിനേഷൻ കാരണം ദൂരെ നിന്ന് നോക്കുമ്പോൾ ഈ ജ്വാലകൾ പൊങ്ങി നിൽക്കുന്ന പോലെ തന്നെ നമുക്ക് തോന്നും. ആരെയും അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ ഡിസൈനിലുള്ള കെട്ടിടങ്ങളാണ് ഇവിടെ ചുറ്റിലും കാണുന്നത്. നേരം കുറച്ചുകൂടി ഇരുട്ടിക്കഴിയുമ്പോൾ ആ ഫ്ലെയിം ടവറിൻ്റെയൊക്കെ ഭംഗി ശരിക്കും ആസ്വദിക്കാം എന്ന് കരുതിയിരുന്ന ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കെല്ലാം ഭംഗമേൽപ്പിച്ചുകൊണ്ട് മഴ നന്നായിട്ട് പെയ്യാൻ തുടങ്ങി. ഈ മഴയത്തും കെടാതെ കത്തിക്കൊണ്ടിരിക്കുന്ന ഫയർ കണ്ടപ്പോഴാണ് അസർബൈജാൻ എന്തിനാണ് ലാൻഡ് ഓഫ് ഫയർ എന്ന് വിളിക്കുന്നതെന്ന് ശരിക്കും മനസ്സിലായത്. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അസർബൈജാൻ്റെ മറ്റു വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സത്യത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞില്ല.